ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് അല്പം ബിസി ആയി പോയിരുന്നു. പിന്നെ പ്രതികൂല കാലാവസ്ഥ, ഇന്നലെ ഒന്നും രാത്രി ഇവിടെ കറണ്ട് പോലും ഉണ്ടായിരുന്നില്ല. ഒന്ന് ഉച്ചക്കാണ് കറണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹയർസിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് തരാൻ പറ്റിയിരുന്നില്ല എന്നതാണ് കാര്യം. അപ്പോൾ ഹയർസിൽ അല്ലെങ്കിൽ ഹയർസിൻ്റെ ലീഡർമാരുടെ തെണ്ടുകളായ ലീഡർമാരുടെ അപ്ഡേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹയർസിനെ എന്ന് പറയുന്നത് പ്രതാപനല്ല, അതിനേക്കാൾ വലിയ തെണ്ടിത്തരങ്ങൾ, ചെറ്റത്തരങ്ങൾ ആൾക്കാരെ മൂഞ്ചിച്ചിട്ടുണ്ടായിരുന്നത് ലീഡർമാരാണ്. ജിനൽ ജോസഫ്, അതുപോലെ തന്നെ സമദ് ഇരിവെട്ടി, അയൂബ് ഖാൻ, പിന്നെ ആരാണ്, അതുപോലെയുള്ള ലീഡർമാർ. അവരൊക്കെ പറഞ്ഞിരുന്നത് എന്താ, നാളെ കമ്പനി തിരിച്ചു വരും, മറ്റന്നാൾ കമ്പനി തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങളും മാറ്റി മാറ്റി പറഞ്ഞിട്ട് ഇപ്പോൾ 8 മാസമായിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. 8 മാസമായി കമ്പനി ഫ്രീസ് ചെയ്യപ്പെട്ടിട്ട്. അപ്പോൾ നമ്മൾ പണ്ടേ പറഞ്ഞിരുന്നത് ഈ കമ്പനി ഇനി തിരിച്ചു വരില്ല എന്നാണ്. പക്ഷേങ്കിൽ ഇപ്പോഴും ഇവർ പല പല കാര്യങ്ങളും പറഞ്ഞ് വളച്ചൊടിച്ച് ഈ ആദ്യമായിട്ട് ഇങ്ങനെ ഇതൊരു റിയൽ ബിസിനസ്സാണ്, ഒരു ബിസിനസ്സിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള ധാരണയിൽ ലക്ഷങ്ങൾ മുടക്കിയ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കുകയാണ്. അപ്പോൾ അവരൊന്നും തന്നെ മുൻകാലങ്ങളിൽ ഇതുപോലെയുള്ള ആൾക്കാരെ പറ്റിച്ച് അവരുടെ പൈസ അടിച്ച് മാറ്റുന്ന നെറ്റ്വർക്ക് ബിസിനസ് അല്ലെങ്കിൽ MLM എന്ന പരിപാടിയൊക്കെ അവർക്ക് എതിർപ്പായിരിക്കാം പക്ഷേങ്കിൽ അവർ ഈ ചേർന്നിരുന്നത് ഒരു നിക്ഷേപിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിലാണ് ഈ ലക്ഷങ്ങൾ, 5 ലക്ഷത്തിൻ്റെയും 10 ലക്ഷത്തിൻ്റെയും ഒക്കെ ബോണ്ടുകൾ പോലും അവർ വാങ്ങി HROTT എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ അപ്പോഴും ഇവർ പറഞ്ഞിരുന്നത് നമ്മൾ ഈ കമ്പനിയുടെ കൂടെ കട്ടൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ്. പക്ഷേങ്കിൽ ഈ മാസങ്ങൾ കഴിഞ്ഞു പോകുന്ന സമയത്ത് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ലീഡർമാർ പോലും, 10,000-കണക്കിന് ആൾക്കാരെ ഈ തട്ടിപ്പിലേക്ക് കൊണ്ടുവന്ന ലീഡർമാർ പോലും ഈ കമ്പനിയെ ഉപേക്ഷിച്ച് പോകുന്നതാണ്. അപ്പോൾ നിങ്ങളോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ട് അവരൊക്കെ മറ്റ് കമ്പനികൾ തേടി പോവുകയാണ് അവരൊക്കെ ചെയ്യുന്നത്. ജിനൽ ജോസഫ് സ്വിഫ്റ്റ് ഡിഫി ചെയ്യുന്നു, അതുപോലെ തന്നെ സെല്ലേഴ്സ് കാർഡ് ചെയ്യുന്നു. നമ്മുടെ അവസാനമായിട്ട് അയൂബ് ഖാൻ, ഇതിൽ ചെറിയ ലൊട്ടിലൊടുക്കിയ ലീഡർമാർ, വലിയ വാട്സപ്പ് ഗ്രൂപ്പ് മാത്രം സ്വന്തമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിന എന്ന് പറയുന്ന അവന്മാരെയൊക്കെ നമ്മൾ വിട്ടിരിക്കുകയാണ്. പക്ഷേങ്കിൽ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്ന അതൊക്കെ മറ്റൊരു കാര്യങ്ങൾ, മറ്റുള്ളവരിലേക്ക് മറ്റ് കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട് യൂട്യൂബ് ചാനലിലൂടെ അല്ലെങ്കിൽ മറ്റ് മീഡിയയിലൂടെ എത്തിക്കുന്ന ആൾക്കാരെയാണ് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരുത്തനായിരുന്നു അയൂബ് ഖാൻ എന്ന് പറയുന്ന ഒരുത്തൻ. അപ്പോൾ അവൻ പറയുന്നത്, അവൻ കളവ് പറയുന്നത് മറ്റുള്ളവരെ പാനിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അവൻ കളവ് പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റുള്ളവർ പാനിക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ പാനിക്കാവും, അതുകൊണ്ട് പാനിക് ആവാതിരിക്കാൻ ഞാൻ കളവ് പറയുന്നു എന്ന് അവൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അവൻ സ്വന്തമായിട്ട് അബ്ദുൾ ബാരി അങ്ങനെ 2-3 ആൾക്കാർ ചേർന്നിട്ട് സ്വന്തമായിട്ട് പപ്പട ബിസിനസ്, പിന്നെ പപ്പടം, അച്ചാർ, അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ശേഷമാണ് അവൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൂടാതെ ഇപ്പോൾ ഓക്സിജനോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അതിൽ ഇവൻ നന്നായിട്ട് ആളെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ വാച്ച് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പിന്നെ സ്റ്റാറ്റസ് ഇടാൻ പോലും തുടങ്ങിയിരിക്കുന്നു. അത് ശ്രദ്ധിക്കേണ്ടത്, ഒരു പുതിയ നമ്പറിൽ നിന്നാണ് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ യുവമാർ തന്നെ ന്യായീകരിക്കുന്നത്, സ്വന്തം നിലയിൽ ന്യായീകരിക്കുന്നത്, അത് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു പുതിയ കമ്പനി തേടിപ്പോകാനുള്ള അവകാശമുണ്ട് എന്നാണ്. ഇതുപോലെ സ്വിഫ്റ്റ് ഡിഫി ചെയ്യുന്ന ആൾക്കാരാണ് ഹൈറിച്ചിലെ ആൾക്കാരെ പിന്നെ എവിടെയും പോകരുത്, അവരെ പിന്നെ സത്യങ്ങൾക്ക് മനസ്സിലാക്കാതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നയിക്കുന്ന ഒരാളാണ് പറയുന്നത്. അദ്ദേഹത്തിനും ഇതുപോലെ നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ സ്വിഫ്റ്റ് ഡിഫി ചെയ്യുന്നില്ലേ, പിന്നെ എന്തിനാ അദ്ദേഹത്തിനോട് ഓക്സിജനോ ചെയ്യാതിരിക്കണം എന്ന് പറയേണ്ടത്, അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നത്. അതൊക്കെ നിങ്ങൾ തിരിച്ചറിയുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു കൂട്ടം ആൾക്കാരെ, ഒരു നല്ലൊരു ശതമാനം ആൾക്കാരെ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ മാത്രമാണ് ഈ കമ്പനി കണ്ടത്. അല്ലാതെ ആളെ ചേർക്കാനൊന്നും ഇവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത പണം കിട്ടുമോ ഇല്ലയോ എന്ന് മാത്രമേ അവർക്ക് അറിയേണ്ടതുള്ളൂ. അതുകൊണ്ട് ആ കിട്ടുന്നതിന് വേണ്ടി ഇവർ എത്ര കളവുകളും പിന്നെ വിശ്വസിക്കുമെന്നുള്ളതാണ് അവസ്ഥ. പക്ഷേങ്കിൽ ഈ ലീഡർമാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആൾക്കാരെ ചേർക്കുക, അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ ചതിക്കുക, പൈസ അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിലും ഈ ഹൈറിച്ചിനോടോ മറ്റ് അവരിപ്പോൾ ചെയ്യുന്ന കമ്പനിയോടോ അവർക്ക് യാതൊരു വിധത്തിലുള്ള സ്നേഹമോ കൂറോ പ്രതിബദ്ധതയോ ഒന്നും തന്നെയില്ല. ഇതല്ലെങ്കിൽ വേറൊരു കമ്പനി, ആൾക്കാരെ പറ്റിക്കുക, പൈസ അടിക്കുക, ജീവിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുടെ വാക്കുകൾ വിശ്വസിക്കണോ എന്ന് നിങ്ങൾ ഒരു വട്ടം കൂടി ചിന്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇവർക്കറിയാം ഈ കമ്പനിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് ഇവർക്ക് അറിയുന്നത് കൊണ്ടാണ് അല്പം പോലും വൈകാതെ ഇവർ പുതിയ കമ്പനികൾ തേടിപ്പോയിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ചിന്തിക്കുക, പ്രതികരിക്കുക. ബൈ.